വിനു, ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളൊരു ആശയമുണ്ട്. ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ ധനകാര്യ സാക്ഷരത. സാക്ഷരതകൊണ്ട് മാത്രം കാര്യമില്ല, വിദ്യാഭ്യാസം കൊണ്ടും കാര്യമില്ല, ഫൈനാൻഷ്യൽ ലിറ്ററസി വേണം. ആ ഫൈനാൻഷ്യൽ ലിറ്ററസീൻ്റെ കാര്യത്തിൽ കേരളം വളരെ വളരെ പുറകിലാണ്. ഇപ്പം മാത്രമല്ല, 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പല തട്ടിപ്പുകളും. ആട്, തേക്ക്, മാഞ്ചിയത്തിലൊക്കെ തന്നെ പണം നഷ്ടപ്പെട്ടിൽ 2 IAS ഓഫീസേഴ്സ് കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആട്, തേക്ക്, മാഞ്ചിയത്തിൽ. വിദ്യാഭ്യാസത്തിൻ്റെ കുറവല്ലല്ലോ. അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായാലും സാക്ഷരത ഉണ്ടായാലും വേണ്ടില്ല, ഈ മണ്ടത്തരങ്ങൾ ആൾക്കാർ കാണിക്കും ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തതുകൊണ്ട്. അതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം വിനു. കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിലെ ജനങ്ങൾ ലോട്ടറി വാങ്ങിയത് 65,000 കോടി രൂപയ്ക്കാണ്. കഴിഞ്ഞ 10 വർഷത്തിലെ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഓൺ പർച്ചേസിങ് ലോട്ടറി ടിക്കറ്റ്സ് 65,000 കോടി രൂപയാണ്. പക്ഷെ അതേ സമയത്ത് ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള, ഈ സേഫ് ആൻഡ് സ്ട്രോങ് അല്ല, യഥാർത്ഥത്തിലുള്ള സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് മ്യൂച്വൽ ഫണ്ടുകളാണ്. ആ മ്യൂച്വൽ ഫണ്ട് സഹി ഹെ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ മ്യൂച്വൽ ഫണ്ടുകളിലും മൊത്തം ഇന്ത്യയിലുള്ള അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയും, അത് മൊത്തം ആസ്തി, മൊത്തം തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം അതിൻ്റെ മൂല്യം 40 ലക്ഷം കോടി രൂപയാണ്. ഈ 40 ലക്ഷം കോടി രൂപയിൽ കേരളത്തിൻ്റെ സംഭാവന 1%. മറ്റ് കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി മുതലായിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ വളരെ വളരെ മുന്നിലാണ്. അപ്പോൾ കഴിഞ്ഞൊരു 5 വർഷം, 10, 15, 20, 25 വർഷ കാലയളവ് എടുത്തോളൂ, എപ്പോഴും മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപങ്ങളാണ് സ്വർണത്തിനേക്കാളും പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടിനേക്കാളും ബാങ്ക് ഡെപ്പോസിറ്റ്സിനേക്കാളും ഒക്കെ കൂടുതൽ റിട്ടേൺസ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ മലയാളികൾ വളരെ കുറവാണ്. 40,000 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മൊത്തത്തിൻ്റെ 1% മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ തുടങ്ങുന്നത് 1964-ലാണ്. അപ്പോൾ ഇപ്പോൾ എത്ര വർഷമായി? ഒരു 57 വർഷമായല്ലോ. 57 വർഷത്തിൽ കൂടുതലായി. ഈ 57 വർഷത്തിൽ ആകെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 40,000 കോടി. കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രം ലോട്ടറി വാങ്ങാൻ ചിലവാക്കിയത് 65,000 കോടി രൂപ. ഇത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇല്ലിറ്ററസീൻ്റെ നല്ല ഒരു റിഫ്ലക്ഷനാണ്. ഒരു കാര്യം മാത്രം, ഫൈനാൻഷ്യൽ ഇല്ലിറ്ററസി എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഇതിന് സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ തന്നെ ഈ സേഫ് ആൻഡ് സ്ട്രോങ്ങിൻ്റെ കുറേ എക്സിക്യൂട്ടീവ്സിനെയൊക്കെ കണ്ടു. ഇപ്പോൾ സിജു പറഞ്ഞ മാതിരിയുള്ള അവരുടെ എംപ്ലോയീസാണ്. അവരൊക്കെ പാവങ്ങളാണ്. അവർക്ക് വാസ്തവത്തിൽ അവർക്കും ഫൈനാൻഷ്യൽ ലിറ്ററസീൻ്റെ ഒരു കുറവുണ്ട്. കാരണം ഈ 36%, 48 എന്ന് പറയുന്നുണ്ട്, 36% ഒരു പലിശ ഓഫർ ചെയ്ത സമയത്ത് ആ 36%-നേക്കാളും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കണ്ടേ? അപ്പോൾ എവിടുന്ന് തരും ഈ പണം? എവിടുന്നാണ് പണം ജനറേറ്റ് ചെയ്യുന്നതെന്ന് അവർ ചോദിക്കേണ്ടതായിരുന്നു. അവർ ചോദിച്ചില്ല. അത് ഫൈനാൻഷ്യൽ ലിറ്ററസി. സാധാരണ പറയാറുണ്ട്, ഗുജറാത്തീസിനെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് ബിസിനസ് ഇൻ ദെയർ ബ്ലഡ്. അത് കാരണം അവരടുത്ത് 24% പലിശ തരാമെന്ന് പറഞ്ഞാൽ ഈ 24% പലിശ ഞങ്ങൾക്ക് തരാൻ നിങ്ങൾ പൈസ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടുന്ന് ആ പണം ജനറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ആ ഒരു കോമൺ സെൻസ് മലയാളികൾക്കില്ല. അതുകൊണ്ടാണ് ഈ അബദ്ധം കാണിക്കുന്നത്.